ഇടികിട്ടും മുമ്പ് ഓടിയേക്കാം. PC ജോർജ് ഏതെല്ലാം പാർട്ടിയിൽ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ വലിയ കാര്യമായ ബോധം കാണില്ല. അത്രമാത്രം പാർട്ടി മാറുകയും അത്രത്തോളം നിലപാട് മാറ്റുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം എപ്പോഴും വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും അദ്ദേഹം ഒരു മീഡിയ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പരിശോധിച്ചാൽ ആദ്യം അദ്ദേഹം 1970 അവസാനം മാണിയുടെ കൂടെ കൂടി മാണി കോൺഗ്രസ്സുകാരനായിട്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് മാണിയുമായി തെറ്റി അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൽ വന്നു. പിന്നീട് ജോസഫുമായി തെറ്റി മറ്റൊരു പാർട്ടി അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കി. കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. ആ സമയത്ത് LDFിലേക്ക് വന്നു. അതുവരെ LDFിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന PC ജോർജ് ഒരു U-ടേൺ എടുത്തുകൊണ്ട് LDFിൽ ചേർന്ന് കഴിഞ്ഞ് പിന്നീട് UDF നേതാക്കളെ തെറി പറഞ്ഞു തുടങ്ങി. പിന്നീട് ഈ സെക്കുലർ കോൺഗ്രസ് UDFിലേക്ക് വന്നു. അവിടെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടെ ലയിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഈ LDFിൽ പെട്ടവരെല്ലാം കണ്ണിൽ കണ്ടാൽ അവർ വെറുക്കപ്പെട്ടവരായി. അങ്ങനെ പിണറായി വിജയനെ അതുവരെ സ്തുതിച്ചിരുന്ന ഈ PC ജോർജ് പിന്നീട് പിണറായി വിജയനെ കേട്ടാൽ അറയ്ക്കുന്ന തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് 2014 അദ്ദേഹം പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് രണ്ട് മുന്നണികളെയും ഞെട്ടിപ്പിച്ച ഒരു ചരിത്രം കൂടി PC ജോർജിനുണ്ട്. പക്ഷേ അവിടെ കൊണ്ടും അദ്ദേഹം നിന്നില്ല. 2017 ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. 2021 നിയമസഭയിൽ മത്സരിച്ചെങ്കിൽ ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീടാണ് അദ്ദേഹം ഈ BJPയിലേക്ക് പോകുന്നത്. അതിനു മുൻപ് അദ്ദേഹം നടത്തിയ എന്തെല്ലാം വെറുപ്പ് നിറഞ്ഞ പ്രസ്താവനകളാണ്. AK ബാലനെ ജാതീയമായി അധിക്ഷേപിച്ചു. തീവ്രവാദം തടയാൻ ഇന്ത്യയെ ഉടനടി ഹിന്ദുരാഷ്ട്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ഈശോ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ഒരു ഒറ്റ തിയേറ്ററിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. നാദിർഷായ്ക്കെതിരെ ഭീഷണി, മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ പോകരുത് തുടങ്ങിയിട്ടുള്ള നിരവധി സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിയാവുന്നതെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ ആരും അങ്ങനെ ഗൗരവമായി എടുക്കാത്തത് കൊണ്ട് ആ പ്രസ്താവനകളൊക്കെ കേരളീയ സമൂഹം തള്ളിക്കളയൊക്കെ ചെയ്തു. ഇയാടെ ഒരുപാട് കേസുകളും മോൻ്റെ പേരിലും ഇയാളുടെ പേരിലൊക്കെ ഉണ്ട്. ഇപ്പോൾ BJPയിലാണ് അദ്ദേഹം BJPയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. മകൻ ഷോൺ ജോർജ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് BJPയുടെ. അപ്പോൾ ഇപ്പോൾ PC ജോർജിന് പഴയ പോലെ BJPയും മടുത്തു തുടങ്ങി. ഇനി എങ്ങനെയാണ് ഈ BJPയിലേക്ക് ഇങ്ങനെ വരാനുള്ളൊരു കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, രാജീവ് ചന്ദ്രശേഖരൻ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുക, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുക, അതേപോലെ പോസ്റ്റർ ഒട്ടിക്കുക, വിറക് വെട്ടുക, വെള്ളം കോരുക, ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ഈ കെട്ടിയിറക്കിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ BJPയിൽ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ തോതിൽ അതൃപ്തിയുണ്ട്. ഇപ്പോൾ ഫണ്ട് വിവാദമൊക്കെ വന്നല്ലോ, വലിയ തോതിലെ അതൃപ്തി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന ശൈലിയോട്. അദ്ദേഹം RSSുമായിട്ടോ BJPയുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം ഡയറക്റ്റ് ആണ് ഈ പറയുന്നത് പോലെ BJPയിലേക്ക് വരുന്നത്. താഴേക്കിടയിൽ നിന്നും യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. പാർട്ടിയുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആളാണ്. അദ്ദേഹത്തെ നയിക്കുന്നത് ഒരു ടോർച്ചാണ്. ഈ ടോർച്ചാണല്ലോ നമ്മളെ ഇപ്പോൾ ഇരുട്ടത്ത് നയിക്കുന്നത്. അപ്പോൾ രാജീവിനെ ഈ മുമ്പ് മുഴുവൻ ഇരുട്ടാണ്, അപ്പോൾ ഒരു ടോർച്ച് വഴികാട്ടിയായിട്ട് വന്നു. അപ്പോൾ ആ ടോർച്ചിനൊപ്പം കൂട്ടി. അപ്പോൾ ഈ ടോർച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഈ അശരീരികൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടോർച്ചിൻ്റെ ഒരു അശരീരിയായിരുന്നു നമുക്ക് ഈ മധ്യ കേരളം പിടിക്കാൻ 3 പേരെ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ മധ്യ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ള മേഖലയാണ്. പ്രത്യേകിച്ചും റോമൻ കത്തോലിക്കർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് ഈ പറയുന്ന മധ്യ കേരളം. അപ്പോൾ ഈ ടോർച്ചിൻ്റെ വെളിപാട് കേട്ടിട്ട് 3 പേരെ ഈ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ഈ സ്ഥാനാർത്ഥികളായി 2026 ഇറക്കി. അങ്ങനെ അനൂപ് ആന്റണി എന്ന് പറയുന്ന ഒരാൾ ഈ ടോർച്ചിന്റെ വെളിപാട് കേട്ടിട്ട് രാജീവ് ചന്ദ്രശേഖരൻ തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. അവിടെ കണ്ണുമടച്ച് അനൂപ് ആന്റണി വിശ്വസിക്കുമെന്നായിരുന്നു ഈ ടോർച്ചിന്റെ വെളിപാട്. അത് കേട്ടുകൊണ്ടാണ് രാജീവ് അവിടെ ഈ അനൂപ് ആന്റണി നിർത്തിയത്. പിന്നീട് പാലായിൽ PC ജോർജിന്റെ മകനെ ഷോൺ ജോർജിനെ കൊണ്ട് നിർത്തി. അതും ടോർച്ചിന്റെ ഉപദേശപ്രകാരമാണെന്ന് കേൾക്കുന്നു, ടോർച്ചിന്റെ വെളിപാട് പ്രകാരമാണെന്ന് കേൾക്കുന്നു. കാരണം ഇരുട്ടത്ത് എപ്പോഴും വഴിയിലേക്ക് ടോർച്ചാണല്ലോ. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഇരുട്ടത്ത് നിൽക്കുകയാണ്. അപ്പൊ ടോർച്ച് പറയുന്നതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ എപ്പോഴും ടോർച്ച് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ
അപ്പോൾ പാലായിൽ ഈ ഷോൺ ജോർജിനെ മത്സരിപ്പിക്കണം എന്നുള്ള ടോർച്ചിന്റെ വെളിപാട് രാജീവ് ചന്ദ്രശേഖരൻ കൈക്കൊള്ളുകയും അങ്ങനെ പാലായിൽ അദ്ദേഹത്തെ ഷോൺ ജോർജിനെ മത്സരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വരുന്നത് ഈ എടുക്കാച്ചരക്കായിട്ടുള്ള PC ജോർജ് ആണ്. അദ്ദേഹത്തെ പൂഞ്ഞാറിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ സീറ്റ് കൊടുത്തു. അപ്പൊ ഈ 3 പേര് വഴി ക്രൈസ്തവ സഭയിലേക്ക് BJP ഇങ്ങനെ കുതിച്ചു കയറുക എന്നുള്ളതാണ് ടോർച്ചിന്റെ വെളിപാട്. ഈ വെളിപാട് കേട്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവൃത്തി. അങ്ങനെ ഈ ടോർച്ചിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ വെളിപാട് കേട്ടുകൊണ്ട് ഈ 3 എടുക്കാച്ചരക്കുകളെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്ക് BJPക്ക് സ്വാധീനം ഉറപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയത്തിന്റെ എട്ടും പൊട്ടും തിരിയാത്ത, യാതൊരു പ്രവർത്തന പരിചയവുമില്ലാത്ത, യാതൊരു പ്രവർത്തന പാരമ്പര്യവുമില്ലാത്ത, താഴേക്കിടയിലെ നേതാക്കളെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത, അണികളെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത ഈ രാജീവ് ചന്ദ്രശേഖരൻ ഈ 3 എടുക്കാച്ചരക്കുകളെ ക്രൈസ്തവ വോട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മധ്യ കേരളത്തിൽ കൊണ്ടുപോയി നിർത്തി. അവർ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. മാത്രമല്ല ഈ 2 എടുക്കാച്ചരക്കുകൾ, അതായത് PC ജോർജ് പറഞ്ഞല്ലോ, നേരത്തെ എത്രയോ പാർട്ടി ചുറ്റി കളിച്ചൊക്കെയാണ് BJP വന്ന് ചാടിയത്. അപ്പോൾ ഈ PC ജോർജിന് ദേശീയ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പാർട്ടി പൊസിഷൻ കൊടുത്തു. മകന് സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടി പൊസിഷൻ കൊടുത്തു. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഈ ടോർച്ചിന്റെയും ആ പ്രകാശത്തിന്റെയും ധാരണ ഈ പാർട്ടിക്കാരെല്ലാം കൂടി ഇങ്ങനെ ഈ 2 പേരെയും കണ്ട് ഓടിക്കൂടുന്നു. മധ്യ കേരളത്തിൽ ഇവരെ കണ്ടുകൊണ്ട്, ഈ 3 പേരെ കണ്ടുകൊണ്ട് ക്രൈസ്തവരെല്ലാം കൂടി BJPക്ക് പിന്നിൽ സംഘടിക്കുന്നു. ഇതൊക്കെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വപ്നം. പക്ഷേ ആ സ്വപ്നമൊക്കെ തകർത്തുകൊണ്ട് ജനങ്ങൾ ഈ 3 പേരെയും മൂലക്കിരുത്തി. അനൂപ് ആന്റണിയെ തിരുവല്ലയിൽ നിന്ന് ഓടിച്ചു വിട്ടു, പാലായിൽ നിന്ന് ഷോൺ ജോർജിനെ ഓടിച്ചു വിട്ടു, അതേപോലെ പൂഞ്ഞാറിൽ നിന്ന് PC ജോർജിനെയും ഓടിച്ചു വിട്ടു. അതോടുകൂടി ഇപ്പോൾ PC ജോർജിന് BJP അങ്ങോട്ട് പിടിക്കുന്നില്ല. BJPയെ അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങോട്ട് പഴയ പോലെ തൃപ്തിയില്ല. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും അറിയാമല്ലോ, തൃപ്തിയില്ലാത്ത ഒരാളാണ്. അടുത്ത പിന്നെ പാർട്ടി ഇനി എവിടെ ചാടുമെന്നുള്ളതാണ് PC ജോർജിന്റെ അടുത്ത ചോദ്യം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉയർന്ന ചോദ്യം ഇതാണ്: ഇനി അടുത്ത പാർട്ടി ഏതാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്. BJP മടുത്തു. അദ്ദേഹം BJPയെ കുറിച്ച് പറയുന്നത്, ഞാൻ BJP ടിക്കറ്റിൽ മത്സരിച്ചതുകൊണ്ടാണ് തോറ്റുപോയത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പൂഞ്ഞാറിൽ മത്സരിച്ചെങ്കിൽ ഞാൻ എപ്പോഴേ ജയിച്ചു പോയത്. ഞാൻ ഇപ്പോൾ MLA ആകേണ്ട ആളാണ്. പക്ഷേ BJP ആയതുകൊണ്ടാണ് ഞാൻ ചതിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം ആദ്യമായി പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഈ താമര ചിഹ്നമുണ്ടല്ലോ, ഈ താമരയുമായിട്ട് കേരളീയരെ കൊണ്ട് പൊരുത്തപ്പെടുന്നില്ല, അതുകൊണ്ട് ഈ താമര ശരിയല്ല. അതാണ് അദ്ദേഹം രണ്ടാമത്തെ ആരോപണം. മറ്റേത്, കേരളത്തിൽ BJPക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല, ഇതൊക്കെ കെട്ടുകഥയാണ്, യാതൊരു സ്വാധീനവുമില്ല. മറ്റേത്, പ്രാദേശിക നേതാക്കൾക്കൊന്നും യാതൊരു ജനങ്ങൾക്കിടയിലൊന്നും ഒരു മതിപ്പില്ല. ഒന്ന് ഓർത്തു നോക്കണം, BJPയിലെ പ്രാദേശിക നേതാക്കൾ പലരും RSSകാരാണ്. ഇതൊന്നും അറിയാതെയാണ് ഈ വിടുവാത്തരം പറയുന്നത്. അവർക്കൊന്നും യാതൊരു, താഴേക്കിടയിലുള്ള ആൾക്കാർക്കൊന്നും യാതൊരു സ്വാധീനവുമില്ല, അവരൊക്കെ മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ് എന്നുള്ള നിലയിലേക്കാണ് സംസാരം. പിന്നീട് BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ 2ാം തരക്കാരായിട്ടാണ് കാണുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിലയിരുത്തൽ. പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ കൊള്ളാം, പക്ഷേ ഈ കൂടെ നിൽക്കുന്നവന്മാരെല്ലാം തട്ടിപ്പുകാരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം. മോദിയും കൊള്ളാം, പക്ഷേ ശരിയല്ല, ബാക്കി കാര്യം ശരിയല്ല. അപ്പോൾ ചുരുക്കത്തിൽ PC ജോർജിന് BJP മടുത്തു. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തോറ്റത് താമര ചിഹ്നം. ഞാൻ സ്വതന്ത്ര ചിഹ്നത്തിൽ ഞാൻ ജയിച്ചതിന് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ഈ താമരയായിട്ട് അങ്ങോട്ട് താതയും പ്രാപിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അത് തന്നെ മോദിജി വളരെ മാന്യനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിജയമാണെങ്കിലും കേരളത്തിൽ ജനങ്ങളുടെ ഇപ്പോഴും BJPക്ക് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. BJPയുടെ ഈ പ്രാദേശിക നേതാക്കന്മാരുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതായിരുന്നു. കാരണം അവർ ജനകീയരാകണ്ടേ. പിന്നെ ഒരു പുതിയ ഒരാൾ BJP ചെന്നാൽ അവനെ ഒരു 2ാം തരം പൗരനായിട്ട് കാണുന്ന പല മേഖലയുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് BJP ഇവിടെയുള്ള പ്രശ്നം. അതിനി അത് മാറ്റം വരുത്തി. ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് വളരെ മാന്യനാണ്. എന്നാൽ അങ്ങേരെ കൂട്ടത്തിലുള്ള പല ഭാരവാഹികളും മാന്യന്മാരല്ലതാണ് എന്ന് വിളിച്ചു നോക്കാതെ പറയണോ, എനിക്ക് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് പറയുക. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോലെ മാന്യന്മാരായിട്ട് മുഴുവൻ ഭാരവാഹികളും വന്നാൽ BJP വളരെ മുന്നോട്ട് പോകും. അത് അനധികൃത ഒരു ഭാവിയിൽ അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊരു സാഹചര്യം ഞാൻ കാണുന്നു. ഇനിയാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊരു കേട്ടുകേഴ്വിയാണ്. അതായത് CPMനും RSSനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട് എന്നാണ് കേട്ടുകേഴ്വി. തങ്ങളോട് അതുവരെ ഒട്ടുനിന്ന ഏതു വലിയ പ്രവർത്തകനായാലും ഏതു വലിയ നേതാവായാലും ശരി, പാർട്ടിയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘടനയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ
ഇടി ഉറപ്പാണ്. കായികമായിട്ട് അവർ നേരിടും. നമുക്കറിയാമല്ലോ എം വി രാഘവനെ നേരിട്ടത് എങ്ങനെയാണ് നമുക്കറിയാം. അതേപോലെ TP ചന്ദ്രശേഖരനെ നേരിട്ടത് എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ പ്രാദേശികമായിട്ടുള്ള എത്രയോ നേതാക്കളെ CPM കൈകാര്യം ചെയ്തിട്ടുണ്ട് കായികമായി. RSSനും ഇതേ ശൈലി തന്നെയാണ്. തങ്ങളുടെ നിലപാടിന് വിരുദ്ധമായിട്ട് ഒരാൾ പോയിക്കഴിഞ്ഞാൽ എന്തായാലും ഇടി ഉറപ്പാണ്. അങ്ങനെയാണ് കേട്ടുകേഴ്വി, അതായത് ഇടിച്ചാണ് ഇവരെ വിടുന്നത്. അപ്പോൾ ഈ PC ജോർജിന് ഇത് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഇടി ഉറപ്പാണ് എന്ന് അറിയാമെന്ന് തോന്നുന്നു. നമ്മളിതെല്ലാം ഊഹമാണ്. ഈ പറയുന്നത് പോലെ നമുക്ക് ഏതാനും തെളിവുകൾ മാത്രമേ മുന്നിലുള്ളൂ. അല്ലാതെ അവരുടെ ഒരു സിസ്റ്റം അല്ല, BJPയുടെയും അല്ലെങ്കിൽ RSSന്റെയും CPMന്റെയും ഒരു സിസ്റ്റം അല്ല ഈ പറയുന്ന ഈ പോകുന്ന തങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞു പോകുന്നവരെ കായികമായി നേരിടുക എന്ന് പറയുന്നത് അവരുടെ ഒരു നിയമമല്ല. എങ്കിൽ പോലും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നയം അതാണ്, ഇടിച്ചു വിടുക എന്നുള്ളതാണ്. പോകുന്നതിന് മുമ്പായി 2 ഇടി കൊടുത്താൽ വിടുക എന്നുള്ളതാണ്. പക്ഷെ PC ജോർജിന് ഈ ഒരു ഹിസ്റ്ററി അറിയത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന BJPയെ തള്ളി പറയുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. എപ്പോഴാണ് PC ജോർജിന് ഇടി കൊള്ളുക എന്നറിയത്തില്ല. പഴയ മാണിയെ പോലെ ജോസഫിനെ പോലൊന്നും അല്ല BJPയിൽ കയറി കളിച്ചാൽ. അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പോലും ചോദിക്കാൻ ആളുണ്ട്. അവിടുത്തെ BJPയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് RSS ആണ്. RSSന്റെ ഒരു സംഘടനാ സംവിധാനമാണ് ഈ BJPയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ കയറി കളിച്ചു കഴിഞ്ഞാൽ ഇടി ഉറപ്പാണ്. അത് പ്രാദേശിക നേതാവായാലും വലിയ നേതാവായാലും അങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. CPMനെ പോലെ തന്നെയാണ്. അത് രഹസ്യമായിട്ടായാലും ഇടി കൊണ്ടവൻ പറയില്ലല്ലോ, ഇനി എന്നെ ആരിലും ഇടിച്ചതെന്നുള്ള കാര്യം വളരെ ചുരുക്കം പേരെ പറയുള്ളൂ. ആ തരത്തിലാണ് ഇടി വരുന്നത്. അപ്പോൾ ഇടിക്ക് മുൻപ് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാമെന്നുള്ളതാണ് ഇപ്പോൾ PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ചിന്ത എന്നുകൂടെ മനസ്സിലാക്കാം. ഒന്ന് ഓർക്കുക, എത്രയോ കോടി രൂപയാണ് BJPയുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര നേതൃത്വം നൽകിയത്. അതിലെ ഓരോ സ്ഥാനാർത്ഥിക്കും കോടിക്കണക്കിന് രൂപയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അറിയാമല്ലോ, ആ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുകയാണ്. അപ്പോൾ PC ജോർജിനും മകനും ഈ BJPയിൽ മത്സരിച്ചത് കൊണ്ട് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പോൾ BJPയെ കൊണ്ട് വലിയ കാര്യമില്ല എന്ന് 2 പേർക്കും ബോധ്യപ്പെട്ടു. അടുത്ത താവളം തേടുക, അടുത്ത താവളത്തിൽ പോയി വിരിവെക്കുക, അവിടെ അടുത്ത വിവാദം ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ അവിടെ മടുക്കുന്നത് വരെ അവിടെ എവിടെയെങ്കിലും പോയി കൂടുക എന്നുള്ളതാണ് അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ ചിന്ത. BJPയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി, ഇനി അടുത്തത് എവിടെ പോകണം എന്നുള്ളതാണ് ചിന്ത. പക്ഷേ ഇവരെ ഇനി ആരെടുക്കും എന്നുള്ളതാണ് ഒരു വലിയ ഒരു പ്രശ്നം. സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കിയ ആളായിട്ട് പോലും അതിനെ പിരിച്ചുവിട്ട് BJPയിലേക്ക് ചേർന്നയാളാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഇനി ഒരു പാർട്ടി ഉണ്ടാക്കാൻ കഴിയില്ല. ഇത്രയും എടുക്കാച്ചരക്കായിട്ടുള്ള ഈ 2 പേരെ ആര് ഇനി എടുക്കും എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ PC ജോർജിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ അച്ഛനെയും മകനെയും ഇനി ആരാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചോദ്യം. PC ജോർജ് എന്തായാലും BJP മടുത്ത് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു, എനിക്കിനി BJPയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനാവില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇനി ആരാണ് ഈ 2 എടുക്കാച്ചരക്കുകളെ എടുക്കുന്നത്? ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് എല്ലാ തലയ്ക്ക് മൂളയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് ഇനി ആരും അടുപ്പിക്കത്തില്ല. അല്ലെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആരെങ്കിലും ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടിയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എടുത്തേക്കാം. അതിലപ്പുറത്തേക്ക് ഇനി 2 പേർക്കും വലിയ ചാൻസ് ഒന്നുമില്ല. ഇവിടെയൊക്കെ ചുറ്റിക്കളിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അഥവാ അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇടി പേടിച്ച് ഓടുക എന്ന് മാത്രമാണ് PC ജോർജിന്റെയും മകന്റെയും മുന്നിലുള്ള ഏക വഴി. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.